Good morning, everyone. Today we can discuss the rest of the chapter, Total Quality Management. So, today we are going to discuss about the quality management and the main principles of quality management. There are almost 8 principles that we want to discuss. So, we'll go through these 8 principles in detail. So, quality management's objectives. The main objective of quality management is to provide products with a sufficient quality. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഇതാണ്, നല്ല പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സിന് എക്കണോമിക്കലായിട്ടുള്ള. സോ കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമറാണ് ഇവിടെ കീ ഫോക്കസ് എന്ന് പറയുന്നത്. കസ്റ്റമറിന് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന, കസ്റ്റമറിന് എക്കണോമിക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ടു പ്രൊവൈഡ് ഡിപ്പെൻഡബിൾ, സാറ്റിസ്ഫാക്ടറി ആൻഡ് എക്കണോമിക്കലി അഫോർഡബിൾ പ്രോഡക്ട്സ് ടു ദ കസ്റ്റമർ. മൂവിങ് ഓൺ ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 പ്രിൻസിപ്പിൾസോളം ഉണ്ട്. ഈ 8 പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്തത് ത്രൂ ദി discussions and through it is derived from the collective experience of knowledge of many international experts who participated in the ISO technical committee. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാക്ടിക്കൽ നോളജിൽ നിന്നും എക്സ്പെർട്ടൈസിൽ നിന്നുമാണ് അവർ ഇങ്ങനെ ഒരു 8 ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പം ഈ ഇത്തരത്തിലുള്ളൊരു ക്വാളിറ്റി അഷ്വറൻസും ക്വാളിറ്റി മാനേജ്മെൻറ്റും ഒക്കെയാണ് ഈ ISO 9000 എന്നുള്ള സ്റ്റാൻഡേർഡ് നമ്മളിപ്പോഴും കേട്ടിട്ടുണ്ട്. ISO 9000 സ്റ്റാൻഡേർഡ്, ISO 9000 ആ ഒരു സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ISO 9000 സ്റ്റാൻഡേർഡ് എന്നുള്ളതിൻ്റെ ഒരു റെസ്പോൺസിബിൾ അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റും ക്വാളിറ്റി അഷ്വറൻസും പ്രവർത്തനങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ISO 9000 സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അതിൻ്റെ ക്വാളിറ്റി അത് ഡിപ്പെൻഡബിൾ ആയിരിക്കും, അത് അഫോർഡബിൾ ആയിരിക്കും, അതേപോലെ തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിഫക്റ്റും അതിനുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രോഡക്റ്റും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ISO 9000 സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു 8 പ്രിൻസിപ്പിൾസ് ഉണ്ട് ക്വാളിറ്റി മാനേജ്മെൻറ്റിന്. So the 8 quality management principles which are defined in ISO 9000 ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു 8 പ്രിൻസിപ്പിൾസ് ആണ്. Principle 1 is customer focus, Principle 2 is leadership, Principle 3 is involvement of people, Principle 4 is process approach, Principle 5 is system approach to management, Principle 6 is continual improvement, Principle 7 is factual approach to decision making, Principle 8 is mutual beneficial supplier relationships. നമുക്ക് 1 by 1 ആയിട്ട് ഇതിൻ്റെ ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. So the Principle 1, customer focus. As I already told, the quality management's the basic, the most important objective is to provide products and services which are dependable to the customer, which will give satisfaction to the customer, which is economical to the customer. So customer is the king and all the focus is to the customer. അപ്പോൾ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഉണ്ടാവും. ഒരു കസ്റ്റമറിന് ഡിസാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവുന്നതെങ്കിലോ നോർമലി വി ആർ ഗോയിങ് ടു ലൂസ് ദാറ്റ് പർട്ടിക്കുലർ കസ്റ്റമർ. So business will be affected. So all the importance is given to the customer, and this is the first principle. The organization depends on their customers and therefore should understand the current and future customer needs. മാറിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമറുടെ ആവശ്യങ്ങളെ ആദ്യം തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ കമ്പനി വിൽ ഹാവ് ഗുഡ് ബിസിനസ്. So it should meet the customer requirements and strive to exceed the customer expectation. We should give something which is beyond the expectation of the customer. ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കസ്റ്റമർ ഡിലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ then the business will have a good quality and the business will have good progress. So the increased revenue and market share obtained through the flexible and fast responses to the market opportunity. അപ്പോൾ മാർക്കറ്റ് വികസിക്കുന്നതനുസരിച്ച് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷനും നീഡ്സ് ആൻഡ് വോൺസും മാറുന്നതനുസരിച്ച് നമ്മളത് പെട്ടെന്ന് നമുക്കത് ട്രാക്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ റവന്യൂ ആസ് വെൽ ആസ് അവർ മാർക്കറ്റ് ഷെയർ. So the increased effectiveness in the use of organizations' resources to enhance the customer satisfaction.
സോ കസ്റ്റമർ മെയിൻ ഫോക്കസ് ആണെന്ന് കരുതി അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് കരുതിയിട്ട് നമ്മൾ ബാക്കിയുള്ള സകല റിസോഴ്സസിനെയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് ടു അച്ചീവ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദെൻ ദ പ്രോഫിറ്റ്. സോ ഇംപ്രൂവ്ഡ് കസ്റ്റമർ ലോയലിറ്റി ലീഡിങ് ടു റിപ്പീറ്റ് ബിസിനസ്. ഒരു പുതിയ കസ്റ്റമറിനെ ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ഒരു കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. So researching and understanding customer needs and expectation and providing what they need at right time, at right place, in the right form. അപ്പോൾ കസ്റ്റമർ ഫോക്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇറ്റ്സ് എ ഫസ്റ്റ് പ്രിൻസിപ്പിൾ 1 of quality management. Now we can move on to the principle 2, that leadership. Like any other things, like any other organization, an effective leadership should be there for the effective functioning of a particular management or a firm. അപ്പോൾ നല്ല ലീഡേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ all the processes in the organization, all the members in the organization will be satisfied, and all the activities in the organization will be in an optimum way, in a perfect way, and that will lead to the customer satisfaction, and the good products will be there. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ. നമ്മൾ നല്ലൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടാവുക. അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഗുഡ് ഡയറക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ വിൽ ബി ഗിവൻ ടു ദി കസ്റ്റമർ, ടു ദി എംപ്ലോയീസ്, ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു ദി ക്വാളിറ്റി പ്രോഡക്ട്സ്. അപ്പോൾ ലീഡർഷിപ്പ് എസ്റ്റാബ്ലിഷ് യൂണിറ്റി ഓഫ് പർപ്പസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ദേ ഷുഡ് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ ബിക്കം ഫുള്ളി ഇൻവോൾവ് ഇൻ അച്ചീവിങ് ദി ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്. നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാൻ, നല്ല എംപ്ലോയീസിനെ ഹാപ്പി ആക്കിക്കൊണ്ട് അവരുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓൾ ദ വർക്കേഴ്സ് ക്യാൻ പുട്ട് ദർ 100% in order to achieve the organization's objectives. So people will understand and be motivated towards the organization goals and objective. ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും എൻ്റെയും ആവശ്യമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് എല്ലാ വർക്കേഴ്സിനെയും എംപ്ലോയീസിനെയും കൊണ്ടുവരാൻ സാധിക്കും. ദി ആക്ടിവിറ്റീസ് ആർ ഇവാലുവേറ്റഡ്, ഇറ്റ് ഈസ് അലൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഇൻ എ യൂണിഫൈഡ് വേ. ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി, ഈച്ച് ആൻഡ് എവറി ജോബ് ദാറ്റ് ഇസ് ഡൺ ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്, അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് കൃത്യമായിട്ട് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അത് ഡൈവേഴ്സിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിസ്കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ലെവൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിൽ ബി മിനിമൈസ്ഡ്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഇഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മോർ ഓവർ, എ ഗുഡ് ലീഡർഷിപ്പ് ക്യാൻ ഇൻസ്പയർ, എൻകറേജ് ആൻഡ് റെക്കഗ്നൈസ് പീപ്പിൾസ് കോൺട്രിബ്യൂഷൻ. എപ്പോഴും ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് വിൽ, സാലറി മാത്രമല്ല, നല്ല രീതിയിലുള്ള ഒരു എൻകറേജ്മെൻറ്റ്, ഒരു ഇൻസ്പിറേഷൻ, ഒരു റെക്കഗ്നീഷനൊക്കെ എല്ലാ എംപ്ലോയീസും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒരു എംപ്ലോയീസിന് കിട്ടുകയുള്ളൂ. ദേ വിൽ ബി മോട്ടിവേറ്റഡ് ടു. സോ ദാറ്റ്സ് ദ പ്രിൻസിപ്പിൾ 2, ലീഡർഷിപ്പ്. നൗ ദ പ്രിൻസിപ്പിൾ 3, ദാറ്റ് ഈസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുണ്ടെങ്കിൽ തന്നെ, എഫക്റ്റീവ് ലീഡർഷിപ്പ് ആണെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം എൻഷുർ ചെയ്യാൻ പറ്റും. ദർ വിൽ ബി ഗുഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഓൾ ദ വർക്കേഴ്സ്, ഓൾ ദ എംപ്ലോയീസ് വിൽ വർക്ക് hard for the achievement of organization's objectives. So involvement of people at all levels are the essence of organization, and their full involvement enables their ability to be used in the organization's benefit. അപ്പോൾ motivated, committed and involved people within the organization, and the innovation and creativity in furthering the organization's objectives. സോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ലീഡർഷിപ്പ് വഴിയായിട്ട് നന്നായിട്ടൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ their creativity will be increased. They are given much freedom for work. So definitely their productivity also increase. People being accountable for their own performance. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അവരുടെ പെർഫോമൻസ് അവർ തന്നെയാണ് അളക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. പീപ്പിൾ ഈഗർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദി കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ്. നിരന്തരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അതിന് സഹായിക്കുന്നു. പീപ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ആൻഡ് റോൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഇഫക്റ്റീവ് ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഉറപ്പ് വരുത്താൻ സാധിക്കും. യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ. നിങ്ങൾ എത്ര ചെറിയ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ, യു ആർ എസെൻഷ്യൽ ഫോർ ദി ഓർഗനൈസേഷൻ എന്നൊരു ചിന്ത അവരിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ പുട്ട് ദെയർ 100% ഫോർ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ബിസിനസ്. Now we are moving on to the fourth principle, that is process approach.
പ്രോസസ്സ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കും. വേർ ടു സ്റ്റാർട്ട്, വേർ ടു എൻഡ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ. ഒരു ക്ലാരിറ്റി ഉണ്ടാവും എല്ലാ പ്രോസസ്സുകൾക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ ഡിസയേർഡ് റിസൾട്ട് ഈസ് അച്ചീവ്ഡ് മോർ എഫിഷ്യൻ്റ്ലി വെൻ ദി ആക്ടിവിറ്റീസ് ആൻഡ് റിലേറ്റഡ് റിസോഴ്സസ് ആർ മാനേജ്ഡ് ആസ് എ പ്രോസസ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ പ്രോഡക്റ്റ് റോ മെറ്റീരിയൽസ് അക്വയർ ചെയ്ത് അത് പ്രോസസ്സ് ചെയ്ത് അത് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനെ മൊത്തത്തിലൊരു ഹോൾ പ്രോസസ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു ക്ലാരിറ്റി വരുത്താൻ സാധിക്കും. വേർ ടു സ്റ്റാർട്ട്, വേർ ടു എൻഡ്. അപ്പോൾ അതിന് മൊത്തത്തിലൊരു ക്ലിയർ പിക്ചർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ കൺസിഡറിങ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ, കൺസിഡറിങ് ഓൾ ദ റിസോഴ്സസ് വിച്ച് ആർ നീഡഡ് ആർ മാനേജ്ഡ് ആസ് എ പ്രോസസ്. Where to start and where to end. ലോവർ കോസ്റ്റ് ആൻഡ് ഷോർട്ടർ സൈക്കിൾ ടൈംസ് ത്രൂ ഇഫക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. അങ്ങനെ ഒരു പ്രോസസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവും, എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കാനും എല്ലാത്തിൻ്റെയും ഷോർട്ടർ സൈക്കിൾസ് ആക്കാനും സാധിക്കും. ഷോർട്ടർ സൈക്കിൾസ് ആക്കുന്ന വഴിയായിട്ട് നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇംപ്രൂവ്ഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ റിസൾട്ട്സ്. ഇതൊരു പ്രോസസ്സായിട്ടാണെങ്കിൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ, സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സം വാട്ട് വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഡിസയറബിൾ ആൻഡ് ഡിസയേർഡ് റിസൾട്ട്സ്. ആൻഡ് ഫോക്കസ്ഡ് ആൻഡ് പ്രയോറിറ്റൈസ്ഡ് ഇംപ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, സിസ്റ്റമാറ്റിക്കലി ഡിഫൈനിങ് ദി ആക്ടിവിറ്റീസ് നെസസറി ടു ഒബ്റ്റെയിൻ എ ഡിസയേർഡ് റിസൾട്ട്. ഞാൻ പറഞ്ഞു ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ ടു സ്റ്റാർട്ട് ആൻഡ് വേർ ടു എൻഡ്. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഫ്ലോ നമുക്ക് വേണമെങ്കിൽ ചാർട്ട് ചെയ്യാൻ സാധിക്കും. അതുവഴിയായിട്ടൊരു ഡിസൈഡ് റിസൾട്ട് കിട്ടാൻ എങ്ങനെ പോകണമെന്ന് നമുക്കൊരു പിക്ചറൈസ് ചെയ്യാനും സാധിക്കും. എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫോർ മാനേജിങ് key activities, analyzing and measuring the capability of key activities. We know that there will be several activities which leads to the formation of a final product. അപ്പോൾ അതിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ആക്ടിവിറ്റീസ് അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനും എന്തെങ്കിലും വേരിയേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ അതിന് കൺട്രോൾ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾക്ക് ഒരു പ്രോസസ്സ് അപ്രോച്ചായിട്ട് ഈ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കണ്ടാൽ അത് എളുപ്പകരമാകും. അതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ. Now we are saying this whole quality management as a system approach to management. നിരവധി പ്രോസസ്സുകളൊക്കെ അടങ്ങിയ ഒരു വലിയൊരു സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കണക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബിഗ് സിസ്റ്റമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. സോ ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ് ആൻഡ് ഈച്ച് ആൻഡ് എവരി പ്രോസസ്സസ് ആർ interconnected. Identifying and understanding the managing interrelated processes as a system contributes to the organization's effective and efficiency in the achieving its objectives. Ability to focus effort on key processes, providing confidence to interested parties as to the consistency, effectiveness and efficiency of the organization, structuring a system to achieve the organization's objective in the most effective and efficient way. അപ്പോൾ ഇത് പ്രധാനമായിട്ടും പറയുന്നത് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും ഒരു കമ്പനിയിൽ, ഒരു ഫേമിൽ ഒരുപാട് ആക്ടിവിറ്റീസും പ്രോസസ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈച്ച് ആൻഡ് എവരി പ്രോസസ്സസ് വിൽ ബി ഇൻ്റർ കണക്റ്റഡ്. So considering each and every process as a subsystem, so all these subsystems or all these processes together forms the whole quality management system. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ പ്രോസസ്സിനെയും നമുക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും, ഓരോ പ്രോസസ്സിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കും. ആൻഡ് when the subsystem or processes are improved, then definitely the whole entire system will be improved. Now the principle 6, that is continual improvement. Continuous improvement കൊടുക്കുക എന്നുള്ളത്. We are not confined with a particular quality or particular result. ഒരു റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കാം, നല്ല ക്വാളിറ്റി ആയിരിക്കാം, ബട്ട് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റുകളിലേക്ക് പോവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുക. ഉള്ളത് കൊണ്ട് കൺഫൈൻഡ് ആവാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ് ഓവറോൾ പെർഫോമൻസ് ഷുഡ് ബി എ പെർമനൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾക്ക് ഒരു പെർമനൻറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, നമ്മൾ ഒന്നിനും കൺഫൈൻഡ് ആയിട്ടിരിക്കാതിരിക്കുക. ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തുടർന്ന് പോകാതെ അതിൻ്റെ മുകളിലത്തെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. പെർഫോമൻസ് അഡ്വാൻറ്റേജ് ത്രൂ ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻസ് capabilities, alignment of improvement activities at all levels of the organizations and with a strategic intent, flexibility to react quickly to opportunities, employing a consistent organization-wide approach to continual improvement of the organization's performance, providing people with a training in the methods and tools of continual improvement.
നിലവിലുള്ള സംഗതികളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നമ്മൾ കൂടുതൽ കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റിൽ പോകണമെങ്കിൽ വി ഷുഡ് ട്രെയിൻ ദ പീപ്പിൾ ഫോർ ദാറ്റ്. വി ഷുഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ ടെക്നോളജീസ് ആൻഡ് ന്യൂ ടൂൾസ്. അപ്പോൾ അതിന് രീതിയിലുള്ള നല്ല നല്ല ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും എംപ്ലോയീസിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിലോ ഒരു പർട്ടിക്കുലർ ക്വാളിറ്റിയിലോ തങ്ങി നിൽക്കാതെ അതിനെ കൂടുതലും അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോവുക, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ 6. അടുത്തത് പ്രിൻസിപ്പിൾ 7 ഈസ് ഫാക്ച്വൽ അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ്. All the decisions are made on the basis of facts. വെറുതെ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയല്ല, എന്നിട്ട് ആ ഡിസിഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. All the decisions are taken based on the past datas and facts. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ആ തീരുമാനങ്ങൾ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അല്ലാതെ വെറുതെ നമുക്കൊരു ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുകയല്ല. ഓൾ ഡിസിഷൻസ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് പെർഫോമൻസസ് ഓർ പാസ്റ്റ് ഡാറ്റ ആൻഡ് ബേസ്ഡ് ഓൺ ദി ഫാക്ട്സ്. ഇഫക്റ്റീവ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഓഫ് ദി ഡാറ്റ, പാസ്റ്റ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ, ആൻഡ് ദെൻ വി വിൽ ടേക്ക് സം ഇൻഫോംഡ് ഡിസിഷൻസ്. An increased ability to demonstrate the effectiveness of past decisions through reference to factual records. നമ്മളെപ്പോഴും പാസ്റ്റ് ഡിസിഷൻസും അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു അനാലിസിസ് ഒക്കെ നടത്തി ഫാക്ട്സ് പരിശോധിച്ചിട്ട് വേണം നമ്മൾ പുതിയൊരു ഡിസിഷനിലേക്ക് നമ്മൾ പോകാൻ. ഇൻക്രീസ്ഡ് എബിലിറ്റി ടു റിവ്യൂ, ടു ചലഞ്ച് ആൻഡ് ചേഞ്ച് ദി ഒപ്പീനിയൻസ് ആൻഡ് ഡിസിഷൻ. നമ്മൾ ചിലപ്പോൾ പാസ്റ്റിലെടുത്തൊരു ഡിസിഷൻ അപ്പോൾ കറക്റ്റായിരിക്കാം, പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേനും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഫാക്ട്സൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടാൻ സാധ്യതയുള്ള സംഗതികളാണെങ്കിൽ നമ്മൾ വീണ്ടും ഡിസിഷൻ റിവൈസ് ചെയ്യണം, റിവ്യൂ ചെയ്യണം, ചലഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. Ensuring that data and information are sufficiently accurate and reliable. Analyzing data and information using valid methods. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയും മറ്റു കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. മേക്കിംഗ് ഡിസിഷൻ ആൻഡ് ടേക്കിംഗ് ആക്ഷൻ ബേസ്ഡ് ഓൺ ഫാക്ച്വൽ അനാലിസിസ് ബാലൻസ്ഡ് വിത്ത് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻറ്റ്യൂഷൻ. നമുക്ക് ഫാക്ട്സ് വെച്ചിട്ട് ആ ഫാക്റ്റുകൾ വെച്ചിട്ട് നമ്മൾ പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ ഇൻറ്റ്യൂഷൻസും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു നല്ല ഒരു ഡിസിഷനിലേക്ക് എത്താൻ. The last one principle is principle 8, that is mutually beneficial supplier relationship. There should we know that supplier, the manufacturing unit and the customers. എപ്പോഴും നമ്മൾ സപ്ലയറുമായിട്ടൊരു കമ്പനിക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം. ബിക്കോസ് വി പാസ് ദ ഇൻഫോർമേഷൻ ടു ദ സപ്ലയർ, വി നീഡ് ദീസ് ആൻഡ് ദീസ് തിങ്സ്, ആൻഡ് സപ്ലയർ വിൽ സപ്ലൈ ദ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ടു അസ് ആസ് പെർ അവർ നീഡ്സ്. അവരിൽ നിന്ന് സാധനം കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. So it is very important that there should be a good relationship between the supplier and the company. An organization and suppliers are interdependent. കാരണം സപ്ലയറിന് എന്താണ്, ഇൻഫർമേഷൻസ് വേണം, അതിനനുസരിച്ച് വേണം സപ്ലയർ റോ മെറ്റീരിയൽസ് ഇങ്ങോട്ട് തരാൻ, അതിനനുസരിച്ച് വേണം പൈസ സപ്ലയറിന് കൊടുക്കാൻ. So they are interdependent and mutually beneficial relationship. The supplier is getting money and the organization is getting raw materials. So they have mutually beneficial relationship and they are interdependent. Increased ability to create value for both parties. Flexibility and speed of joint responses and changing market or customer needs and expectations. Optimization of cost and resources. നമുക്ക് ഏറ്റവും ചീപ്പറായിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു സപ്ലയറിനെ കണ്ടെത്താനും അതിന് നമുക്ക് ട്രാക്ക് ചെയ്യാനും സാധിക്കണം. Establishing relationship that balance short-term gains and long-term considerations. Pooling of expertise and resources with partners. Identifying and selecting the key suppliers. പ്രധാനപ്പെട്ട സപ്ലയേഴ്സിനെ കണ്ടെത്തുക. ക്ലിയർ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സപ്ലയറുമായിട്ട് എപ്പോഴും വേണം. ഷെയറിങ് ഇൻഫോർമേഷൻസ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻ, അതും ഒരു നല്ല സപ്ലയറുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സപ്ലയർ നമ്മൾ നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ വിട്ട് മറ്റൊരാളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ, with the supplier, so that we can ensure good business. So that's all about the different principles of quality management. We have discussed 8 principles: customer focus, leadership, involvement of people, process approach, system approach to management, continual improvement, factual approach to decision making, mutual beneficial supplier relationships. Thank you.